വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വിദേശത്ത് ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ അവിടെ നാട്ടുചന്ത, ഇത് കുറച്ച് നാളായിട്ട് ഇവിടെ തൃശ്ശൂരിനടുത്ത് കുരിയച്ചിറ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. കുരിയച്ചിറയുള്ള പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ ഫാമേഴ്സ് ഡയറക്റ്റായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നാടൻ, ഇത് പാഷൻ ഫ്രൂട്ടാണ്, അതുപോലെ അരിനെല്ലിക്ക, പിന്നെ പലതരം പച്ചക്കറികൾ, മിളക്, കുക്കുംബർ, തക്കാളി, പയറ്, കായ, എല്ലാത്തര പച്ചക്കറികളും, ഒരുവിധം എല്ലാത്തരം പച്ചക്കറികളും ഉണ്ട്. അതുപോലെ ഒരു വശത്ത് ഇവിടെയും പച്ചക്കറി തന്നെയാണ്. ഇത് റോഡിൻ്റെ മെയിൻ റോഡാണിത്, എറണാകുളം ടു തൃശ്ശൂർ മെയിൻ റോഡ്. ഇവിടെ കയ്പക്കായ, വെണ്ടക്കായ, പയറ്, മുരിങ്ങയ്ക്ക, പടവലങ്ങ, ഇളവൻ, മത്തങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഉണ്ട് പലതും. ഈ അമ്മച്ചിയുടെ പിക്കിൾസ്, അതുപോലെ ഔലോസ് പൊടി ഉണ്ട്. ഞാൻ പിക്കിളല്ല പുളിയിഞ്ചി വാങ്ങിയിരുന്നു, നാരങ്ങ അച്ചാരം, ഇഡ്ലിക്കൊക്കെ ഉള്ള ആ പൊടി, ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ചെറിയ സെറ്റപ്പാണ്, ഒരു ടേബിളിൽ അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് ആ അമ്മച്ചി തന്നെയാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഇവിടെ ഇത് നെല്ലിക്ക, അങ്ങനെയുള്ള പിക്കിൾസ് തന്നെയാണ്. ഒരു സൈഡ് കുറച്ച് ചിപ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചക്ക വറുത്തത്, കായ വറുത്തത്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ അറവുശാല. ഇതിൻ്റെ അടുത്താണ് മത്സ്യഫെഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഒരു ട്രാക്ടറാണ് പോയത്. ഇത് അടുക്കളയിലേക്കുള്ള കയ്യിൽ, അങ്ങനെയുള്ള മരത്തിൻ്റെ യൂട്ടൻസിൽസ്, ഇത് നന്നാരി സർബത്ത്, അതുപോലെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അഗെയിൻ അവിടെ ചില ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. ഇവിടെ അച്ചപ്പം, കൊഴലപ്പം, മുറുക്ക്, അങ്ങനെ ഇതൊക്കെ മിക്കവാറും ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസ് ഇവിടെ കൊണ്ടുവച്ച് വിൽക്കുകയാണ്. ഇത് സൺഡേസിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. അത് ഈ നാട്ടുചന്ത നടത്തിയിരുന്ന ആൾക്കാരും, അതുപോലെ ഞാൻ മെമ്പറായിട്ടുള്ള ഗ്രീൻ കുരിയച്ചിറ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഫാമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. രണ്ടുപേരും സംയുക്തമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഒരു ഷോപ്പ്, ഇവിടെ ഗ്രീൻ കുരിയച്ചിറയാണ് ഈ ഷോപ്പ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾ തൃശ്ശൂർ കുരിയച്ചിറ ഭാഗത്തുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് കാണണം. പക്ഷേ ഇപ്പം അതൊന്ന് ഉഷാറായിട്ട് രാവിലെ 8 മണി തുടങ്ങി വൈകിട്ട് 8 മണി വരെയുള്ള ടൈമിംഗ് ആണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുരിയച്ചിറയും സമീപ പ്രദേശത്തൊക്കെയുള്ള മത നേതാക്കന്മാരുണ്ട്, പള്ളിയിലെ വികാരിമാരാണ് ആ രണ്ടുപേരും ഇരിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തുള്ള ആൾക്കാർ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ കുരിയച്ചിറയുടെയും ഈ നാട്ടുചന്തയിൽ വന്നിരുന്ന ആൾക്കാർ, അവരൊക്കെയാണ്. അധികം ക്രൗഡില്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് രാവിലെ 10 മണിക്കായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ. ആ സെറിമണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ അകത്തും ഇതുപോലെ തന്നെയുള്ള കുറേ പ്രോഡക്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ് അവിടെ വാങ്ങാൻ കിട്ടും. 8 to 8 ആണ് ടൈമിംഗ്. നിങ്ങൾക്ക് കാണാതെ മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ കുരിയച്ചിറ ജംഗ്ഷനിൽ നിന്ന് ഒരല്പം മാറുമ്പോഴുള്ള പെട്രോൾ പമ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ്. അപ്പോൾ നമ്മുടെ സിനിമാ താരം സുനിൽ സുഗത, അദ്ദേഹമാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ആളെ ഇനി വരുന്ന ഭാഗങ്ങളിൽ കാണാൻ പറ്റും. ആളിപ്പോൾ അത് റിബൺ കട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഷോപ്പിൻ്റെ ഫ്രണ്ട്. ഗ്രീൻ ഫാമേഴ്സ് സ്റ്റോഴ്സ് എന്നാണ് പേര്. ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഡിസ്പ്ലേയിൽ പച്ചക്കറികൾ, പുറത്താണത് പഴം. ഓണം വരികയാണ്, അപ്പോൾ ഓണത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകം പറയേണ്ടതില്ല. നേന്ത്രക്കായും നേന്ത്രപ്പഴമൊക്കെ ഓണത്തിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നിരന്ന് കഴിഞ്ഞു. അപ്പോൾ അത് ഇവിടെ കുരിയച്ചിറ പള്ളി വികാരിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഒരു പ്രിൻ്റഡ് ഇരിക്കുന്ന ആളാണ്, നിങ്ങൾക്കറിയാലോ, സുനിൽ സുഗത. പിന്നെ ഗ്രീൻ കുരിയച്ചിറയുടെ സാരഥി, അതിനെ ലീഡ് ചെയ്യുന്ന ആളാണ് പ്രൊഫസർ ടോമി, അദ്ദേഹം ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരും കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ചാക്കോള ആണ് ആ ലേഡി അവിടെ നിൽക്കുന്നത്.
ഇപ്പോൾ ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഹോയിസ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് തയ്യാറെടുപ്പ് നടക്കുന്നു. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടന്നു. അവിടെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു, ജനഗണമന പാടി, അങ്ങനെ ആ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇവിടെ ഈ പറയുമ്പോണം കർഷകർക്ക് അവരവരുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. തൃശ്ശൂർ കുരിയച്ചിറ സമീപപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.